വീണ്ടും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ടിൻ്റെ കീ ചെയിൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടത് മെയിൻലി ഇതേപോലെ ഒരു യാണാണ്. സാധാരണ നമ്മുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ കിട്ടുന്ന കുറഞ്ഞൊരു യാൺ യൂസ് ചെയ്തിട്ടാട്ടോ ചെയ്തേക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്യൂട്ടബിൾ ആയിരിക്കും. പിങ്ക് ഷെയ്ഡോ പീച്ച് ഷെയ്ഡോ റെഡോ വൈറ്റോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എസ്തെറ്റിക് ഫീൽ കിട്ടും. അപ്പോൾ ഇതുപോലൊരു ഷോർട്ട് ത്രെഡ് എടുക്കുക. അതിലേക്ക് നമ്മൾ കയ്യിൽ ചുറ്റിക്കൊടുത്താൽ ത്രെഡ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ടൈ ചെയ്തെടുക്കുക. ഒരു 100 ടൈംസെങ്കിലും ഫിംഗറിൽ നമ്മൾ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. 100 ടൈംസ് മിനിമം, പറ്റുന്ന അത്രയും തവണ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഒരു പഫിനെസ്സോടുകൂടി നമ്മുടെ ഹാർട്ട് കിട്ടും. അതിനുശേഷം ഇത് നല്ലോണം ടൈ ചെയ്ത് കൊടുക്കുക. ടൈറ്റായിട്ട് തന്നെ ടൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയുള്ള പ്രോസസ്സിൽ അത് ലൂസായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു കാര്യം കെയർഫുള്ളായിരിക്കുക. പിന്നെ ഇതുപോലെ സിസർ എടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ത്രെഡ് പോലും വിടാതെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും. അതിനുശേഷം നമ്മളൊരു പേപ്പർ എടുക്കുക, ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ആ ഹാർട്ട് ഷേപ്പിൻ്റെ മുകളിലേക്ക് നമ്മളുണ്ടാക്കിയ യാണിൻ്റെ ആ ഒരു സംഭവം വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് കട്ട് ചെയ്തൊരു ഹാർട്ടിൻ്റെ ഷേപ്പാക്കി എടുക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ടൈ ചെയ്ത് കൊടുത്ത ആ ഒരു ത്രെഡ് കട്ടാവാതെ ശ്രദ്ധിക്കുക. പിന്നെ ആ ടൈ ചെയ്ത് കൊടുക്കുന്ന ത്രെഡ് കുറച്ച് ലെങ്ത് കൂടിയ ത്രെഡാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫൈനലി കീ ചെയിനിൽ ടൈ ചെയ്യാനും പറ്റും. പിന്നെ ഫൈനലി നമ്മളൊരു കോമ്പെടുക്കുക. ഇതുപോലെ ചെറിയ കോമ്പെടുത്ത് കഴിഞ്ഞാൽ, ചെറിയ പല്ലുള്ള കോമ്പെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ കോമ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫെദറി ഫിനിഷോട് കൂടി നമ്മൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങൂലേ, അതേ ഫിനിഷോട് കൂടിയിട്ട് ആരും കണ്ടാൽ ഇത് നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ തോന്നൂല. ആ ഒരു ഫീലിൽ നമുക്ക് ഈ ഒരു ഹാർട്ട് കിട്ടും. ഈ ഹാർട്ട് ഷേപ്പിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കാം. ടെഡീസും പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റെഫറൻസ് കാണാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ സ്കൂളിലൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കീ ചെയിൻസൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്നും മാറി മാറി ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാം. എല്ലാവരും ചോദിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് കണ്ടാൽ തോന്നുകയില്ല. അപ്പോൾ ഇതുപോലെ ആ ഒരു ഫസ്റ്റ് കെട്ടിയ ത്രെഡ് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു കീ ചെയിൻ ഉണ്ടെങ്കിൽ ആ റിങ്ങിലേക്ക് ജസ്റ്റ് കയറ്റിയിട്ട് ആ ഹാർട്ടിങ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തായാലും വീഡിയോ നിങ്ങൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഉറപ്പായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫീഡ്ബാക്കും അറിയിക്കണം.